ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ലേണിനോടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്ചറൽ അനാലിസിസ് ആണ് പഠിക്കുന്നത്. സെമസ്റ്റർ 3യിലുള്ള 2024 സ്കീമിൻ്റെ സ്ട്രക്ചറൽ അനാലിസിസ്. ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? മെത്തേഡ് ഓഫ് ജോയിൻസ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പം മെത്തേഡ് ഓഫ് ജോയിൻസിൻ്റെ രണ്ട് ചെറിയ പ്രോബ്ലം നമ്മൾ നോക്കിയായിരുന്നു. ഇന്ന് നമ്മൾ മെത്തേഡ് ഓഫ് ജോയിൻസിൽ നിന്ന് വരുന്ന കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹയർ ലെവലിലായിട്ടുള്ള പ്രോബ്ലമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനഡ് ട്രസ്സസ് ആണ് പറഞ്ഞത് അല്ലേ? മെത്തേഡ് ഓഫ് ജോയിൻസ് പറഞ്ഞു. ഇനി മെത്തേഡ് ഓഫ് സെക്ഷൻസ് കൂടെ ഉണ്ട് നമുക്ക് ഈ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനഡ് ട്രസ്സസിൽ നിന്ന് പഠിക്കാൻ. A truss of span 5 meter is loaded as shown in figure. Find the reaction and forces in the members of the truss. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രസ്. ഇപ്പോൾ എനിക്ക് ഞാൻ ജോയിൻസിന് പേര് കൊടുക്കുകയാണെങ്കിൽ ഇത് സി ആണ്, പിന്നെ ഇത് ഡി ആണ്, ഇത് ഇ ആണ്. ഓക്കെ, ഒരു 12 കിലോ ന്യൂട്ടൺ ലോഡ്, ഒരു 10 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് എ ആൻഡ് ബി ആണ്. ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റിലത്തെ ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു 10 കിലോ ന്യൂട്ടൺ പ്ലസ് 12 കിലോ ന്യൂട്ടൺ, അതായത് 22 കിലോ ന്യൂട്ടൺ. അതാണ് ഫസ്റ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ജോയിന്റിന് അബൌട്ട് ആയിട്ട്, ഇപ്പം ഞാൻ ജോയിന്റ് എ എടുക്കുക, സിഗ്മ മൊമെന്റ് അബൌട്ട് എ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ മൊമെന്റ് അബൌട്ട് എ 0 ആണെങ്കിൽ ഇപ്പോൾ സം ഓഫ് ക്ലോക്ക് വൈസ് മൊമെന്റ്സ് ഈക്വൽ ടു സം ഓഫ് കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെന്റ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ എന്ത് വരും? ആർ ബി ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 5 ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? 10 ഇൻറ്റു ഈ ലിവർ ആം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ലിവർ ആം നമ്മൾ കണ്ടുപിടിക്കണം. ഈ ലിവർ ആം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ അറിയാവുന്ന എന്താണ്? ഇത് ടോട്ടൽ 5 മീറ്റർ ആണെന്നറിയാം അല്ലേ? 5 മീറ്റർ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്ര വരും? 5 cos 60 എന്ന് വരും അല്ലേ? ഈ ഡിസ്റ്റൻസ് 5 cos 60 എന്ന് വരും. ഇനി ഞാൻ ഈ ഒരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാം. ഈ ഒരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ്? ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, ഇത് ബേസ് ആണ് അല്ലേ? അപ്പം 5 cos 60 cos 60, അതായത് 5 cos 60 ഇൻറ്റു cos 60 അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ എത്ര വരും? 5 cos 60 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു cos 60 എന്ന് പറയുന്നത് എത്രയാണ്? 1/2 അല്ലേ? 1/2, പിന്നെ ഒരു cos 60 1/2, 5/4 എന്ന് വരും. എത്ര ആയിരിക്കും? 1.25 മീറ്റേഴ്സ് വരും. ഓക്കെ, അപ്പം 10 ഇൻറ്റു 1.25 ഫസ്റ്റ് മൊമെന്റ് കിട്ടി. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുമ്പോൾ എന്താ? 12 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട് അല്ലേ? 12 കിലോ ന്യൂട്ടൻ്റെ ലിവർ ആം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ലിവർ ആം എന്ന് പറയുമ്പോൾ എത്ര വരും? ഈ എയിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് വരും ലിവർ ആം അല്ലേ? അപ്പം നമുക്ക് ആദ്യം ഇത് എന്താണ്? ഇത് 1.25 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ 1.25 എന്ന് കിട്ടി. ഇത് എത്ര ആയിരിക്കും? ഇത് നമുക്ക് 5 cos 60, 5 ഇൻറ്റു 1/2, അതായത് ഇത് 2.5 മീറ്റേഴ്സ് വരും. ഓക്കെ, ഇനി ഈ ട്രയാങ്കിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ 60 ആണ്, ഇവിടെ 60 ആണ്, ഇവിടെ 60 ആണ്. അപ്പം നമുക്കിതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സൈഡ്സ് എല്ലാം ഈക്വൽ അല്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസ് എ ഡി എന്നുള്ള 2.5 ആണെങ്കിൽ എ സിയും എത്ര ആയിരിക്കും? 2.5 മീറ്റേഴ്സ് ആയിരിക്കും. നമ്മൾ ഈ ബി സി ഇ എന്നുള്ള ട്രയാങ്കിൾ നോക്കുവാണെങ്കിൽ ബി സിയും 2.5 മീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ബി സി 2.5 ആണെങ്കിൽ ബി ഇ എന്നുള്ള എന്തായിരിക്കും? 2.5 cos 30 ആയിരിക്കും അല്ലേ? ഇനി ബി ഇ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിപ്പം വേണ്ടത് ഈ ലിവറാം. ഈ ലിവറാം കിട്ടാൻ വേണ്ടി ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 5ൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ലിവറാം കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കാം. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരും? 2.5 cos 30 ഇൻറ്റു cos 30 അല്ലേ? അപ്പോൾ എന്താ? 2.5 ഇൻറ്റു √3/2 ഇൻറ്റു √3/2. അപ്പോൾ എത്ര വരും? 2.5 ഇൻറ്റു 3/4 എന്ന് വരും. ഓക്കെ, അപ്പോൾ 2.5 ഇൻറ്റു 3/4 എത്ര? 1.875 മീറ്റേഴ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇത് 1.875 കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 5ൽ നിന്ന് ലിവർ ആം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 5ൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കണം? 5 മൈനസ് 1.875. ഓക്കെ അല്ലേ? അതായത് 10 ഇൻറ്റു 1.5 പ്ലസ് 12 ഇൻറ്റു 5 മൈനസ് 1.875. അപ്പോൾ അത് നോക്കുക, 10 ഇൻറ്റു 1.25 പ്ലസ് 12 ഇൻറ്റു 5 മൈനസ് 1.875 എന്ന് പറയുന്നത് 3.125 ആണ് അല്ലേ? 3.125 ആണ്. മൾട്ടിപ്ലൈ നോക്കുക. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആർ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഇത് കിട്ടുന്നത് 50 ആണ്. 50 ഡിവൈഡഡ് ബൈ ആർ ബി 5. ഓക്കെ, അപ്പോൾ ആർ ബി എത്ര കിട്ടും? ആർ ബി കിട്ടുന്നത് 10 കിലോ ന്യൂട്ടൺ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആർ ബി 10 ആണെങ്കിൽ ആർ എ എത്ര ആയിരിക്കും? ടോട്ടൽ ലോഡ് 22ൽ നിന്ന് ആർ ബി കുറയ്ക്കണം, 10 കുറയ്ക്കണം. അപ്പോൾ 12 കിലോ ന്യൂട്ടൺ ആയിരിക്കും ആർ എ എന്ന് പറയുന്നത്.
ഓക്കെ, ഇപ്പം നമുക്ക് റിയാക്ഷൻസ് കിട്ടി, ആർ ബിയും ആർ എയും കിട്ടി. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ജോയിൻസിൻ്റെയും ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് കൺസിഡർ ചെയ്യണം? ജോയിന്റ് എ കൺസിഡർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അറ്റ് ജോയിൻ എ, ഞാനിപ്പോൾ ഈ ജോയിന്റ് എയിൽ ഫോഴ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം, അതായിരിക്കും ബെറ്റർ. സെപ്പറേറ്റ് ആയിട്ട് ഒരു ജോയിന്റ് കൺസിഡർ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അങ്ങനെ തന്നെ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത് F2, ഈ ജോയിന്റ് എയിൽ എ സി എന്നുള്ള മെമ്പറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F2 ടെൻസൈൽ, പിന്നെ അടുത്തത് എയിലോട്ടുള്ള മെമ്പറിലോട്ട് വരുന്ന ഫോഴ്സ് F1 കംപ്രസീവ്. നമുക്കറിയാവുന്നത് ഈ ആംഗിൾ 60 ആണെന്നറിയാം. ഇനി അതുപോലെ തന്നെ F1 നമുക്ക് റിസോൾവ് ചെയ്യാം അല്ലേ, രണ്ട് കമ്പോണൻസ് ആക്കി റിസോൾവ് ചെയ്യാം. ഇത് 60 ആണ്, അതുകൊണ്ട് ഇത് 60 ആയിരിക്കും. ഇത് F1 cos 60 എന്ന് കിട്ടും. ഈ ഒരു വേർട്ടിക്കൽ കമ്പോണന്റ് നമുക്ക് എന്ത് കിട്ടും? F1 sin 60 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മുടെ ആറയാണ്. ആറയുടെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. 12 കിലോന്യൂട്ടൺ ആണ് ആറയുടെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എഴുതുമ്പോൾ എങ്ങനെ വരും? ആദ്യം വെർട്ടിക്കൽ ഫോഴ്സസിനെ ഇക്വേറ്റ് ചെയ്യും. അതായത് F1 sin 60 is equal to 12 ആർ എന്ന് എഴുതാം. അപ്പം F1 എന്ത് വരും? 12 ഡിവൈഡഡ് ബൈ sin 60 എന്ന് വരും. ഓക്കെ, അപ്പോൾ 12 ഡിവൈഡഡ് ബൈ sin 60 എത്ര വരിക? 12 ഡിവൈഡ് ബൈ sin 60 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. 13.856 എന്നാണ് വരിക. 856. ഓക്കെ, കിലോ ന്യൂട്ടൺ. അതിൻ്റെ നേച്ചർ പോസിറ്റീവ് തന്നെ കിട്ടുന്നു, അതുകൊണ്ട് കംപ്രസീവ് നേച്ചർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ F1 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഹൊറിസോണ്ടലി ഫോഴ്സുകളെ റിസോൾവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? F1 cos 60 is equal to F2. അപ്പോൾ F2 എന്ന് പറയുന്നത് എന്ത് വരും? F1, അതായത് 13.856 cos 60 എന്ന് വരും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. F2ൻ്റെ വാല്യൂ കിട്ടുന്നത് 6.928 കിലോ ന്യൂട്ടൺ ആണ് കിട്ടുക. F2ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ടെൻസൈൽ ആണ്. അപ്പം നമുക്ക് ജോയിന്റ് എയിലുള്ള രണ്ട് ഫോഴ്സുകൾ കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഏത് ജോയിന്റ് കൺസിഡർ ചെയ്യാം? ഞാനിപ്പോൾ എടുക്കുന്നത് ജോയിന്റ് ബി ആണ്. ഓക്കെ, ജോയിന്റ് ബി. ജോയിന്റ് ബി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു വേർട്ടിക്കൽ റിയാക്ഷൻ ആർ ബി ഉണ്ട്, ആർ ബി അപ്വേർഡ്സ്. പിന്നെ നമുക്ക് ബി സി എന്നുള്ള മെമ്പറിലെ ഫോഴ്സ് ഉണ്ട് അല്ലേ? ബി സി എന്നുള്ള മെമ്പറിലെ ഫോഴ്സിന് ഞാനിപ്പോൾ F4 എന്ന പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിന് ഞാൻ കൊടുക്കുന്ന പേര് F4 എന്നാണ്. ഇവന് ഞാൻ കൊടുക്കുന്ന പേര് F3 എന്നാണ്. ഓക്കെ, അപ്പോൾ F4 എന്നുള്ള ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുക അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ FBC അങ്ങനെ വേണമെങ്കിലും പേര് കൊടുക്കാം കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ FBC അല്ലെങ്കിൽ F4. ഓക്കെ, F4 ആണ്. F4 ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് ഞാൻ അസ്യൂം ചെയ്യാണ്. അടുത്തത് നമുക്ക് BE എന്നുള്ള മെമ്പറിലെ ഫോഴ്സ്. ഓക്കെ, അതായത് അത് ഇത് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, കംപ്രസീവ് ആണ്, അതിന് ഞാൻ F3 എന്നാണ് പേര് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 30 ഡിഗ്രി അല്ലേ? 30 ഡിഗ്രി ആണ്. ഈ F3 ഫോഴ്സിനെ എനിക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം അല്ലേ? F3നെ എങ്ങനെയൊക്കെ റിസോൾവ് ചെയ്യാം? F3 ഇത് 30 ആകുമ്പോൾ ഇത് 30 വരും. അപ്പോൾ F3 cos 30 ഇവിടെയും വരും. ഇങ്ങോട്ട് എന്ത് വരും? F3 sin 30 വരും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഫോഴ്സുകളെ എന്ത് ചെയ്യാം? നമുക്ക് റിസോൾവ് ചെയ്ത് നോക്കാം. വെർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? F3 sin 30 എന്ന് പറയുന്നത് ആർ ബി ആയിട്ട് കിട്ടും അല്ലേ? അപ്പോൾ അതിൽ നിന്ന് F3 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ആർ ബി ഡിവൈഡഡ് ബൈ sin 30 എന്ന് വരും. ഓക്കെ, ആർ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 10 കിലോ ന്യൂട്ടൺ അല്ലേ? 10 ഡിവൈഡഡ് ബൈ sin 30 1/2 ആണ്, 0.5. അപ്പോൾ എത്ര വരും? 20 കിലോ ന്യൂട്ടൺ എന്ന് വരും. F3യുടെ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ കറക്റ്റ് ആണ്, അത് ടെൻസൈൽ ആണ്. ഓക്കെ, ബ്രാക്കറ്റിൽ ടെൻസൈൽ കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യാം. ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? F4 is equal to F3 cos 30 എന്ന് വരും അല്ലേ? F4 എന്ന് പറയുന്നത് F3 cos 30, F3 എന്ന് പറയുന്നത് 20, cos 30 എന്ന് പറയുന്നത് എത്ര വരും? √3/2, 0.866. ഓക്കെ, അപ്പോൾ എത്ര വരും? 20 × 0.866 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 17.32 കിലോ ന്യൂട്ടൺ വരും. നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ കറക്റ്റ് ആണ്, അതും ടെൻസൈൽ ആണ്. ഇൻ കേസ് നിങ്ങൾ അസ്യൂം ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ നേച്ചർ മാറ്റി ഇട്ടാൽ മതി. ഓക്കെ അല്ലേ? വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത ജോയിന്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ ഓക്കെ ഇനി നമുക്ക് അടുത്ത ജോയിന്റ് നോക്കാം. ഓക്കെ, എ ബി, നമുക്കിവിടെ സി ആണ്, ഇ ബി. ഓക്കെ, അപ്പം നമ്മൾ എ എന്നുള്ള ജോയിന്റ് ബി എന്നുള്ള ജോയിന്റും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ജോയിന്റ് സി നോക്കാം. ഓക്കെ, ജോയിന്റ് സി നോക്കുമ്പം ഇവിടെ ജോയിന്റ് സി ഇതാണ് സി.
ജോയിന്റ് സിയിൽ എ സി ബി സി എന്നീ രണ്ട് മെമ്പേഴ്സ് ഉണ്ട് അല്ലേ. ആ ഫോഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അതിന് നമ്മൾ F2 എന്നും F4 എന്നും പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വേറെ രണ്ട് മെമ്പേഴ്സ് അവിടെ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അവിടെ മീറ്റ് ചെയ്യുന്ന രണ്ട് മെമ്പേഴ്സ്, അത് രണ്ടും 60 ഡിഗ്രി ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്തിട്ടാണ് മീറ്റ് ചെയ്യുക. അവിടെ വരുന്ന ഫോഴ്സുകളെ ഞാൻ ഇത് F6 എന്ന് കൊടുക്കുകയാണ്, ഇവന് F5 എന്ന് പേര് കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ വൃത്തിക്ക് വരയ്ക്കണം. എനിക്ക് സ്ക്രീനിലായതുകൊണ്ടാണ് കറക്റ്റ് ലൈൻ ഒന്നും വരാത്തത്. ഓക്കെ, അപ്പം നോക്കിയേ, ഇത് F6 F5 ഓക്കെ അല്ലേ. ഇനി നമുക്കിപ്പോൾ ഞാനിപ്പോൾ അസ്യൂം ചെയ്തേക്കുന്നത് F6 കംപ്രസീവ് F5 കംപ്രസീവ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ F2 F4 എന്നീ ഫോഴ്സുകൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഡയറക്ഷനും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, അത് ടെൻസൈലായിരുന്നു, അതുകൊണ്ട് നമുക്കത് പുള്ളിങ് ഫോഴ്സ് ആയിട്ടാണ് ജോയിന്റ് സിയിൽ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫോഴ്സുകളെ റിസോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് F6 ആണെങ്കിൽ F6ന് ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഇത് 60 ആകുമ്പോൾ ഇത് 60 ആയിരിക്കും. ഇത് F6 cos 60, ഇത് F6 sin 60. ഓക്കെ, F5 ആകുമ്പോൾ F5ൻ്റെ ഫോഴ്സുകൾ പറയുന്നത് ഇത് ഇങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുക അല്ലേ. ഇത് 60, ഇത് 60. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് F5 cos 60, വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് F5 sin 60. നിങ്ങൾക്ക് കുറച്ചുകൂടെ വൃത്തിക്ക് വരയ്ക്കണം, എഴുതുന്നതും കുറച്ചുകൂടെ വൃത്തിക്ക് എഴുതണം. ഓക്കെ, അപ്പം നോക്കി F5 cos 60, F5 sin 60. ഓക്കെ അല്ലേ. അപ്പം നമുക്കിവിടെയുള്ള എല്ലാ ഫോഴ്സുകളും ആയി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ നമുക്ക് റിസോൾവ് ചെയ്യാം. വെർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ വെർട്ടിക്കലി രണ്ട് ഫോഴ്സുകളേ ഉള്ളൂ. എന്താണ്, F6 sin 60 പ്ലസ് F5 cos 60, F6 sin 60 പ്ലസ് F5 sin 60 is equal to 0. sin 60 രണ്ടിടത്തും കോമൺ ആണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം, F6 is equal to minus F5 അല്ലേ. F6 is equal to minus F5 നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഒരു ഇക്വേഷൻ ഒരു നമ്പർ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫോഴ്സുകളെ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യാം. ഓക്കെ, ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുമ്പം ഓക്കെ നോക്കി നമുക്ക് F2 ലെഫ്റ്റിലോട്ട് അല്ലേ. നമുക്ക് ഞാൻ മൈനസ് F2 എന്ന് എടുക്കുവാണേ. മൈനസ് F2 പ്ലസ് F6 cos 60 പ്ലസ് F4 മൈനസ് F5 cos 60 is equal to 0. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നിന്നിട്ട് എനിക്ക് എന്തെഴുതാം, പ്ലസ് ആയിട്ടുള്ള ഒരു സൈഡിലിടാം, മൈനസ് ആയിട്ടുള്ളതെല്ലാം മറ്റേ സൈഡിൽ കൊണ്ടുപോകാം. ഓക്കെ, അപ്പം F2 പ്ലസ് F2 റൈറ്റ് സൈഡിലോട്ട് പോകും അല്ലേ. F2 റൈറ്റ് സൈഡിൽ പോവാം, F5 cos 60 റൈറ്റ് സൈഡിൽ പോകും. അപ്പം F2 പ്ലസ് F5 cos 60 is equal to F4 പ്ലസ് F6 cos 60. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി ഇവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, ഇവിടെ F5ഉം F6ഉം ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു റിലേഷൻ കൊടുക്കാമല്ലോ. അതായത് F6 മൈനസ് F5 അല്ലേ. അപ്പോൾ F6ന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്, മൈനസ് F5 എന്ന് കൊടുക്കുക. അതായത് F2 പ്ലസ് F5 cos 60 അതുപോലെ തന്നെ കൊടുക്കുകയാണ്. F5 cos 60 പിന്നെ F4 F6ന് പകരം മൈനസ് F5 cos 60 എന്ന് കൊടുക്കുക. ഓക്കെ ആണോ. ഇവിടെ നിന്നിട്ട് നമുക്ക് F2 മൈനസ് F4 is equal to മൈനസ് F5 cos 60 മൈനസ് F5 cos 60 മൈനസ് 2F5 cos 60 എന്ന് കിട്ടും അല്ലേ. നമുക്ക് വേണ്ടത് ഇവിടെ F5, F2, F4 ഒക്കെ നമുക്ക് അറിയാം, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ F2ൻ്റെ F4ൻ്റെയും വാല്യൂ എത്രയായിരുന്നു. ഓക്കെ, ഇവിടെ നിന്ന് F2ൻ്റെ വാല്യൂ നമുക്ക് 6.928 എന്നും F4ൻ്റെ വാല്യൂ 17.32 kN വരുന്ന കിട്ടിയിരുന്നു. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6.928 മൈനസ് 17.32 എന്ന് പറയുന്നത് എത്ര കിട്ടും, മൈനസ് 2 ഇൻറ്റു F5 ഇൻറ്റു cos 60. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നിട്ട് F5ൻ്റെ വാല്യൂ എങ്ങനെയാണ് വരിക, 6.928 മൈനസ് 17.32 ഡിവൈഡഡ് ബൈ മൈനസ് 2 cos 60. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 6.928 മൈനസ് 17.32 നമുക്ക് കിട്ടുന്നത് മൈനസ് 10.392 എന്നാണ്. ഇവിടെ ഒരു മൈനസ് 2 ഉണ്ട്. cos 60യുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 0.5 ആണ് അല്ലേ. ഇപ്പോൾ 0.5.
ഓക്കെ, അപ്പോൾ 2 × 0.5 1 വരും. അപ്പോൾ F5ൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? മൈനസും മൈനസും ക്യാൻസൽ ആയി പോവും. F5ൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 10.392 kN എന്നാണ് F5 കിട്ടുന്നത്. നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ കറക്റ്റ് ആണ്. ഓക്കെ, F5ൻ്റെ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ കറക്റ്റ് ആണ്. 10.392 kN ആണ്. അത് കംപ്രസീവ് നേച്ചർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് F6 എത്ര വരും? F6 എന്ന് പറയുന്നത് മൈനസ് F5 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം മൈനസ് 10.392 kN എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ മാത്രമാണ് മൈനസ് വന്നത് അല്ലേ? നമ്മൾ ഇത്രയും നേരം ചെയ്തിട്ട് ഇവിടെ മാത്രമാണ് മൈനസ് വന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുന്നത്? നമ്മൾ ചെയ്ത ഡയറക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ അസ്യൂം ചെയ്തത് F6 എന്ന് പറയുന്നത്, അതായത് ഈ DC എന്നുള്ള മെമ്പറിലെ ഫോഴ്സ് F6 എന്ന് പറയുന്നത് നമ്മൾ കംപ്രസീവ് ആയിട്ടായിരുന്നു അസ്യൂം ചെയ്തത് അല്ലേ? ശരിക്കും ഇത് കംപ്രസീവ് അല്ല, അതിൻ്റെ നേച്ചർ എന്തായിരിക്കും? ടെൻസൈൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആക്ച്വൽ ഡയറക്ഷൻ ഇതല്ല, ടെൻസൈൽ ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ F6 എന്ന് പറയുന്നത് നമുക്ക് ടെൻസൈൽ ആണ്, കംപ്രസീവ് നേച്ചർ അല്ല, ടെൻസൈൽ ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 10.392 kN ആണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോഴത്തേനും മൈനസിന് പകരം നമുക്ക് F6ന് എങ്ങനെ എഴുതാം? F6 ഈസ് ഈക്വൽ ടു 10.392 kN ടെൻസൈൽ എന്ന് എഴുതും. ഓക്കെ, ഇവൻ കംപ്രസീവ് ആണ്, ഇവൻ ടെൻസൈൽ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ മൂന്ന് ജോയിൻറ്റ് ചെയ്തപ്പോഴത്തേനും നമുക്ക് എന്തൊക്കെ കിട്ടി? AD എന്നുള്ള മെമ്പറിലെ ഫോഴ്സ് കിട്ടി, AC എന്നുള്ള മെമ്പറിലെ ഫോഴ്സ് കിട്ടി, പിന്നെ അതുപോലെ തന്നെ ഈ മെമ്പർ ഇത്രയും ഫോഴ്സസ് കിട്ടി. ഇനി നമുക്ക് എന്താണ് ഈ രണ്ട് മെമ്പറിലെ ഫോഴ്സ് കൂടെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ ജോയിൻറ്റ് D എടുക്കാം അല്ലെങ്കിൽ ജോയിൻറ്റ് E എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ജോയിൻറ്റ് E ആണ്. ഓക്കെ, ഇനി ഞാൻ ജോയിൻറ്റ് Eയുടെ ഇക്വിലിബ്രിയം ആണ് കൺസിഡർ ചെയ്തത്. ഇതാണ് എൻ്റെ ജോയിൻറ്റ് E. ഇവിടെ 12 kN ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയും നമുക്ക് ഇവിടെ ഉള്ളത് മെമ്പേഴ്സ് എന്ന് പറയുന്നത് EC എന്നൊരു മെമ്പർ ഉണ്ട് അല്ലേ? EC എന്നുള്ള മെമ്പറിലെ ഫോഴ്സ് ഞാൻ കൺസിഡർ ചെയ്തത് F5 എന്നായിരുന്നു. അവൻ്റെ നേച്ചർ കംപ്രസീവ് ആണ്. ഓക്കെ, F5. ഇനി നമുക്ക് ഇവിടെ ഒരു മെമ്പർ ഉണ്ട് അല്ലേ? EB എന്നുള്ള മെമ്പറിലെ ഫോഴ്സ് നമ്മൾ F3 ആയിട്ടാണ് എടുത്തത്. അവനും കംപ്രസീവ് ആണ്. ഓക്കെ, അപ്പോൾ അത് F3. ഇനി അടുത്തത് ED എന്നുള്ള മെമ്പറിലെ ഫോഴ്സ്, അതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അതിനെ ഞാൻ എന്തായിട്ട് എടുക്കുകയാണ്? ടെൻസൈൽ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ED എന്ന് പറയുന്നത് F7 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും ഫോഴ്സസ് ആണ് ഉള്ളത്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഫോഴ്സുകളെ ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിന് എലോങ് ആയിട്ട്, അതായത് BDE അല്ലെങ്കിൽ BED എന്നുള്ള പ്ലെയിനിൽ എലോങ് ആയിട്ട് റിസോൾവ് ചെയ്യാണ്. അപ്പോൾ 12നെ റിസോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ രണ്ട് കമ്പോണൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അറിയാവുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇത് 30 ഡിഗ്രി ആണെന്നറിയാം. ഓക്കെ, ഇത് 30 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണ്. ഈ ആംഗിൾ 60 ആണ്. അപ്പോൾ ഈ ആംഗിൾ 60 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 60 ആകുമ്പോൾ ഇതിനെ നമുക്ക് 12 cos 60 എന്നും വെർട്ടിക്കൽ കമ്പോണന്റിനെ നമുക്ക് 12 sin 60 എന്നും എഴുതാൻ സാധിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എങ്ങനെ എഴുതാം? F7 പ്ലസ് F3 is equal to 12 cos 60. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് F7 ആണ് വേണ്ടത് അല്ലേ? F7 എന്ന് പറയുമ്പോൾ എന്ത് വരും? മൈനസ് F3 പ്ലസ് 12 cos 60. മൈനസ് F3 എന്ന് പറയുമ്പോൾ മൈനസ് 20 പ്ലസ് 12 cos 60 എന്ന് പറയുമ്പോൾ 1/2 അല്ലെങ്കിൽ 0.5. അതായത് മൈനസ് 20 പ്ലസ് 6, അതായത് മൈനസ് 14 kN എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ മൈനസ് 14 kN ഞാൻ കൺസിഡർ ചെയ്ത് എന്തായിരുന്നു? അത് ടെൻസൈൽ ആണെന്നാണ് കൺസിഡർ ചെയ്തത് അല്ലേ? അപ്പോൾ ശരിക്കും എന്താണ്? F7 ഈസ് ഈക്വൽ ടു 14 kN. അത് ടെൻസൈൽ അല്ല, അതിൻ്റെ നേച്ചർ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ഞാൻ അസ്യൂം ചെയ്ത ഡയറക്ഷൻ അല്ല, കംപ്രസീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ ഫോഴ്സുകളും സോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ പ്രോബ്ലം അപ്രോച്ച് ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചല്ലോ. എങ്ങനെയാണ്? ആദ്യം നമുക്ക് RB കണ്ടുപിടിക്കുക, പിന്നെ ഓരോ ജോയിൻസ് എടുത്തിട്ട് അവിടുത്തെ ഫോഴ്സുകൾ കൺസിഡർ ചെയ്യുക. ഫോഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഡയറക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ഷൻ അസ്യൂം ചെയ്യാം. കംപ്രഷനോ ടെൻഷനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അസ്യൂം ചെയ്യാം. നമുക്ക് അറിയത്തില്ല, ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അസ്യൂം ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഏരിയയിൽ നിന്ന് വരുന്ന മാക്സിമം പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യും. ഓക്കെ, ഇപ്പം നമുക്ക് ബേസിക് ഐഡിയ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പ്രോബ്ലം നിങ്ങൾ ഇനിയും ചെയ്യണം. നിങ്ങൾ പഠിച്ച് ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളത് പഠിച്ച്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഈ പ്രോബ്ലംസ് എടുത്തിട്ടുള്ളത് ബെൻസാലിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഓക്കെ, അപ്പം ബെൻസാലിൻ്റെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ നിങ്ങളുടെ തിയറി ഓഫ് MOSൻ്റെ ബുക്ക് അതിൽ ഈ മെത്തേഡ് ഓഫ് ജോയിൻസ് ഉണ്ട്. അതിൽ നിന്നിട്ട് കുറച്ചുകൂടെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് എക്സാമിന് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. നമ്മൾ പഠിപ്പിച്ചത് തന്നെ വരണം എന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ മെത്തേഡ് ഓഫ് ജോയിൻസ് പഠിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ പഠിച്ചു അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക?
ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് നല്ല ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിലെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക, തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, അതെന്തായാലും ചെയ്യേണ്ട കാര്യമാണ്. ചെയ്താലേ നമുക്ക് എക്സാമിന് പേടിയില്ലാതെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന് തിരിച്ച് പഠിക്കേണ്ട കാര്യം പോലും ഇല്ല അല്ലേ, നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി അറ്റൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് മെത്തേഡ് ഓഫ് ജോയിൻസിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ജോയിൻസ് അപ്ലൈഡ് ടു ക്യാൻഡിലിവർ ട്രസ്സസ് ആണ്. ക്യാൻഡിലിവർ ട്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ക്യാൻഡിലിവർ ബീം അറിയാം അല്ലേ, ഒരു എൻഡ് ഫിക്സ്ഡ് ആണ് അല്ലേ, ഒരു എൻഡ് ഫ്രീ ആണ്. അതുപോലെയുള്ള ഒരു എൻഡ് ഫിക്സ്ഡ് ആയിട്ട് വരുന്ന ട്രസ്സുകളെയാണ് നമ്മൾ ക്യാൻഡിലിവർ ട്രസ്സുകൾ എന്ന് പറയാം. അപ്പോൾ ഈ ക്യാൻഡിലിവർ ട്രസ്സുകളിൽ നമ്മൾ ഈ മെത്തേഡ് ഓഫ് ജോയിൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഫിക്സഡ് എൻഡ് ആയത് കാരണം അവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ അല്ലേ? ആ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ ജോയിന്റ് സിയിൽ നിന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. നമ്മളോട് ഇതിനകത്ത് ഈ ഡ്രസ്സിൽ ഫോഴ്സുകൾ മെമ്പറുകളിൽ വരുന്ന ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്രീ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ ഫ്രീ എൻഡ് എന്ന് പറയുന്നത് സി ആണ്. സിയിൽ എനിക്കൊരു 1000 kN ലോഡ് ഉണ്ട്. പിന്നെ എനിക്ക് 2 മെമ്പറുകളുണ്ട്. ആ മെമ്പറിൽ വരുന്ന ഫോഴ്സുകൾ ഇത് കംപ്രസീവ് ആയിട്ടും ഇത് ടെൻസൈൽ ആയിട്ടുമാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം മെമ്പറിന് ഞാൻ പേര് കൊടുക്കുകയാണ് DA. ഇത് FCA എന്നും ഇവനെ FCD എന്നും ഞാൻ പേര് കൊടുക്കുന്നു. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് FCDനെ റിസോൾവ് ചെയ്യാം അല്ലേ. FCDനെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്യാം. ഓക്കെ, FCDനെ വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് എത്രയാണ്? 60 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് FCD sin 60 എന്ന് വരും. ഈ ഒരു കമ്പോണന്റ് FCD cos 60 എന്ന് വരും. ഓക്കെ അല്ലേ? 2 കമ്പോണൻസ് കിട്ടി. ഇനി നമുക്ക് വെർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോൾ FCD sin 60 is equal to 1000 kN എന്ന് കിട്ടും. അതിൽ നിന്നിട്ട് FCD എന്ന് പറയുന്നത് 1000 divided by sin 60. ഓക്കെ അല്ലേ? 1000 divided by sin 60 എന്ന് വരും. അതിൻ്റെ ആൻസർ 1154.7 ന്യൂട്ടൺ എന്നാണ് വരിക. നമുക്ക് പോസിറ്റീവായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് FCD ടെൻസൈൽ തന്നെയാണ്. ഓക്കെ ആണോ? ഇനി FCA എങ്ങനെ വരാം? FCA എന്ന് പറയുന്നത് FCD cos 60. ഓക്കെ അല്ലേ? FCDയുടെ വാല്യൂ 1154.7 ഇൻറ്റു cos 60 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. വരുന്നത് 577.35 ന്യൂട്ടൺ ആണ്. അതിൻ്റെ വാല്യൂ പോസിറ്റീവായിട്ടാണ് കിട്ടുന്നത്. അത് കംപ്രസീവ് ഇൻ നേച്ചറാണ്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ AC CD ഈ 2 മെമ്പറുകളിലെ ഫോഴ്സസ് കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഏത് ജോയിൻ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? നമുക്കിനി ജോയിൻ്റ് D കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ജോയിൻ്റ് D കൺസിഡർ ചെയ്യുമ്പോൾ ജോയിൻ്റ് ഡിയിൽ BD എന്നൊരു മെമ്പറുണ്ട്, പിന്നെ AD എന്നൊരു മെമ്പറുണ്ട്, DC എന്നൊരു മെമ്പറുണ്ട് അല്ലേ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. 2 ആംഗിളും 60 ഡിഗ്രി വീതം ആയത് കാരണം എയിലും സിയിലും വരുന്ന ആംഗിൾ 60 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ അതിനെ ബൈസെക്ട് ചെയ്യുകയാണെങ്കിൽ 30 ഡിഗ്രി ഈച്ച് ആയിരിക്കും ഈ 2 ആംഗിൾസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾസ് ഒക്കെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഫോഴ്സുകൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ DC അല്ലേ, DCയിൽ വരുന്ന ഫോഴ്സിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് അത് ടെൻസൈൽ ആയിട്ടാണ്. AD എന്നുള്ള ഫോഴ്സ് ഞാൻ കംപ്രസീവായിട്ടും BDയിലുള്ള ഫോഴ്സ് കംപ്രസീവായിട്ടുമാണ് എടുക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, FCD നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. 1154.7 ന്യൂട്ടൺ ആണ്. അത് ടെൻസൈൽ നേച്ചറായി നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഓക്കെ അല്ലേ? നമുക്കിനിയിപ്പം ADയും FBD ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ FADനെ എനിക്ക് എന്താക്കാം? 2 കമ്പോണൻസ് ആക്കാം. ഓക്കെ, FADനെ 2 കമ്പോണൻസ് ആക്കുമ്പോഴത്തേനും ഇതെന്ത് കിട്ടും? ഇത് 60 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇത് 60 ഡിഗ്രി. അപ്പോൾ ഇത് FAD cos 60 എന്ന് കിട്ടും. ഇത് FAD sin 60 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇത് FBD. ഓക്കെ, അപ്പം നമുക്ക് ഫോഴ്സുകളെ റിസോൾവ് ചെയ്യുമ്പോൾ വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യാം. വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്ത് കിട്ടും? FAD, പിന്നെ നമുക്ക് ഈ ഒരു കമ്പൗണ്ട് അല്ലേ, DC എന്നുള്ള ഫോഴ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. FCD നമ്മൾ കണ്ടുപിടിച്ചതാണ്. അതിനെ നമുക്ക് ഇത് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആ ഇതിനെ FCD
സൈൻ 30 എന്നും ഇവിടെ FCD കോസ് 30 എന്ന് നമുക്ക് തിരിക്കാം. ഓക്കെ അല്ലേ? അപ്പം ഇനിയിപ്പോൾ എന്ത് വരും? നമുക്ക് വേർട്ടിക്കലി നോക്കാം. വേർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോഴത്തേന് FAD സൈൻ 60 അപ്വേർഡ് ഇസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഉള്ള ആരാ? FCD കോസ് 30. ഓക്കെ അല്ലേ? അപ്പോൾ FAD എത്ര വരും? FCD cos 30 divided by sin 60. FCD എത്രയാണ്? 1154.7 Newton divided cos 30 divided by sin 60. ഇതൊന്ന് ചെയ്ത് നോക്കണം. എത്രയാണ് ആൻസർ വരുന്നത്? നമുക്ക് വരുന്നത് 1154.7 തന്നെയാണ്. cos 30 sin 60 സെയിം അല്ലേ? അത്ര ന്യൂട്ടണിന് വരും. അപ്പം നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ കറക്റ്റ് ആണ്. അത് കംപ്രസീവ് ഇൻ നേച്ചറാണ്. ഓക്കെ, അപ്പോൾ FAD കിട്ടി. ഇനി എനിക്ക് ആരെ വേണം? FBD വേണം അല്ലേ? ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ റിസോൾവ് ചെയ്ത് നോക്കാം. FBD പ്ലസ് FAD cos 60 പ്ലസ് FCD sin 30 is equal to 0. ഓക്കെ അല്ലേ? ഇനി ഇതിൽ നിന്നിട്ട് FBDയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് വരും? മൈനസ് FAD cos 60 മൈനസ് FCD sin 30. ഓക്കെ, സോൾവ് ചെയ്ത് നോക്കിയാൽ എത്ര ആൻസർ വരുന്നതെന്ന് നമുക്ക് കിട്ടുന്നത് മൈനസ് 1154.7 ന്യൂട്ടൺ ആണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ തെറ്റാണ് അല്ലേ? നമ്മൾ കംപ്രസീവ് ആണ് അസ്യൂം ചെയ്ത്. അപ്പോൾ ഈവൻ 1154.7 ന്യൂട്ടൺ ടെൻസൈലായിരിക്കും. ഓക്കെ അല്ലേ? ഇപ്പോൾ എല്ലാ മെമ്പറിലെയും ഫോഴ്സസ് കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ കാൻഡിലിവർ ബീംസിൽ ഫോഴ്സസ് വരുന്ന ക്വസ്റ്റ്യന് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് മറ്റേ അത്രയും കാൽക്കുലേഷൻസ് ഇല്ല, കുറച്ചുകൂടി ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ? ഓക്കെ, ഇനിയും നമുക്ക് വേറൊരു, അതായത് നമ്മൾ രണ്ട് ടൈപ്പ് ഡ്രസ്സസ് പഠിച്ചല്ലേ? ഒന്ന് വെർട്ടിക്കൽ ലോഡ്സ് മാത്രം വരിക, ഒന്ന് ഒരു കാൻഡിലിവർ ആയിട്ടുള്ള ഡ്രസ്സ്. ഓക്കെ, ഇനി നമ്മുടെ ഈ മെത്തേഡ് ഓഫ് ജോയിൻസിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഡ്രസ്സസ് ക്യാരിയിങ് ഹൊറിസോണ്ടൽ ലോഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നാൾ നമ്മൾ വെർട്ടിക്കൽ ലോഡ്സ് മാത്രമേ പഠിച്ചുള്ളൂ അല്ലേ? അപ്പോൾ ഹൊറിസോണ്ടൽ ലോഡും കൂടെ ഈ ട്രസ്സിൽ വരുവാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഇഫ് ദ ട്രസ് ക്യാരീസ് ഹൊറിസോണ്ടൽ ലോഡ്സ്, അതിൽ വിത്ത് ഓർ വിത്തൗട്ട് വെർട്ടിക്കൽ ലോഡ്സ് ആവാം. നമുക്ക് ഇതുപോലെ ഒരു വെർട്ടിക്കൽ ലോഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ വിത്തൗട്ട് വെർട്ടിക്കൽ ലോഡ്സ് ആവാം. ഓക്കെ, ഇനി ഇങ്ങനെയാണ്. ഇനി അതിൻ്റെ സപ്പോർട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് ഒരു എൻഡ് ഹിഞ്ചഡ് ആയിരിക്കും, ഇനി അടുത്ത എൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റോളർ ആയിരിക്കും. ഓക്കെ ആണോ? ഇനി നമുക്ക് റോളർ സപ്പോർട്ടിൽ വരുന്ന സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ വെർട്ടിക്കലി അപ്വേർഡ്സ് ആയിട്ട് RB ആയിട്ടിരിക്കും. ഇനി അടുത്തത് എന്താണ്? നമുക്ക് ഹിഞ്ച് എൻഡിൽ നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ്റെ കൂടെ ഒരു റിയാക്ഷനോട് വരും. എന്ത് വരും? ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനോട് വരും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനും ഈ വെർട്ടിക്കൽ റിയാക്ഷനും ഈ ഹിഞ്ച് എൻഡിൽ എടുത്തിട്ട് വേണം നമ്മൾ ഈ മെത്തേഡ് ഓഫ് ജോയിൻസ് സോൾവ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഹൊറിസോണ്ടൽ റിയാക്ഷൻ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുക? നമുക്ക് ഓൾജിബ്രിക്കലി ഹൊറിസോണ്ടൽ ലോഡ്സിന്റെ സമ്മ സിഗ്മ H is equal to 0 എന്നുള്ള ആ ഒരു ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൊറിസോണ്ടൽ ലോഡ് ഈ HAയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലോഡും ഉണ്ട്. ഓക്കെ ആണോ? വെർട്ടിക്കൽ ലോഡ്സ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്തായിരിക്കും? സിഗ്മ വെർട്ടിക്കൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. സിഗ്മ വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ആണെങ്കിൽ RA + RB ഇസ് ഈക്വൽ ടു 18 kN. ഇതുപോലെ രണ്ട് ഇക്വേഷൻസ് ഇവിടെ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഹൊറിസോണ്ടൽ ഫോഴ്സുകളുടെ വെർട്ടിക്കൽ ഫോഴ്സുകളുടെ വാല്യൂ കണ്ടുപിടിക്കാം. ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നോക്കാം. നോക്കിയാൽ എന്താണ് ക്വസ്റ്റ്യൻ? ഡിറ്റർമിൻ ദ ഫോഴ്സസ് ഇൻ ദ ട്രസ് ഷോൺ ഇൻ ഫിഗർ. ഇതാണ് നമ്മുടെ ഫിഗർ. ഓക്കെ അല്ലേ? which carries a horizontal load of 12 kN and a vertical load of 18 kN. അപ്പോൾ ഇവിടെ ഒരു 12 kN horizontal load ഉണ്ട്, vertical load 18 kN ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ഈ ട്രസ് നോക്കിയേ. ഈ ട്രസ് സപ്പോർട്ട് ചെയ്തേക്കുന്നത് ഒരു ബിയിൽ റോളറിലും അതുപോലെ തന്നെ എയിലൊരു ഹിഞ്ചുമാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ അറ്റ് ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വെർട്ടിക്കൽ ആയിരിക്കും. ഇനി എൻഡ് എയിലെ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷനും കാണും, അവിടെ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനും കാണും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് RAയുടെയും RBയുടെയും വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? ഇപ്പോൾ ഇവിടെ RA + RB എത്ര വരും? RA + RB is equal to 18 kN എന്ന് വരും. ഫസ്റ്റ് ഇക്വേഷൻ.
ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സിഗ്മ മൊമെന്റ് അബൌട്ട് എ പോയിന്റ് എ എടുക്കാം, മൊമെന്റ് അബൌട്ട് ഹിഞ്ച് എടുക്കാം. സിഗ്മ മൊമെന്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് വരും, ആർ ബി ഉണ്ടല്ലേ, ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ. അപ്പൊ ആർ ബി ഇൻറ്റു 4 എന്നുള്ളൊരു കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെന്റ് വരും. ക്ലോക്ക് വൈസ് മൊമെന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും, 18ന്റെ മൊമെന്റ് എത്ര, 18 ഇൻറ്റു 2, പിന്നെന്താ 12 കിലോ ന്യൂട്ടൺ ഒരു മൊമെന്റ് അല്ലേ ഉണ്ടല്ലേ, അതോടെ നമ്മൾ എടുക്കണം. അപ്പൊ 12 ഇൻറ്റു ലിവറാം 1.5. ഓക്കെ ആണോ? അപ്പോൾ അത് 54 എന്ന് വരും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, 54 എന്ന് വരും. ആർ ബി എത്ര വരിക, 54 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും, 13.5 കിലോ ന്യൂട്ടൺ. ഓക്കെ, ആർ ബിയുടെ വാല്യൂ കിട്ടി. ആർ എത്ര വരും, 18 മൈനസ് 13.5, 18 മൈനസ് 13.5 എന്ന് വരും. എത്ര വരും ആൻസർ, 4.5 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ആർ ബിയും ആർ എയും കിട്ടി. ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാവുന്ന എന്താണ്, സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0 എന്നൊരു ഇക്വേഷൻ കൊടുക്കുക അല്ലേ. അപ്പോൾ സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0 എന്നൊരു ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഡോട്ട്സ് അല്ലേ, അതായത് എച്ച് എ മൈനസ് 12 ഇസ് ഈക്വൽ ടു 0, എച്ച് എ ഇസ് ഈക്വൽ ടു 12 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഉള്ള അൺനോൺസ് എല്ലാം കിട്ടിയല്ലോ, എച്ച് എ, ആർ എ, ആർ ബി, ഇതെല്ലാം നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ഫോഴ്സുകൾ, അതായത് മെമ്പറിൽ വരുന്ന ഫോഴ്സുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പം മെമ്പറിൽ വരുന്ന ഫോഴ്സുകൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ ഒരു പ്രോബ്ലം ശ്രദ്ധിച്ചാൽ ഇവിടെ നമുക്ക് ഡയമെൻഷൻസ് തന്നിട്ടുള്ളൂ, ആംഗിൾസ് തന്നിട്ടില്ല അല്ലേ. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, അപ്പോൾ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇനി നമ്മൾ ട്രയാങ്കിൾ ബി സി ഡി നോക്കുകയാണെങ്കിൽ അവിടെ ബി ഡി എന്ന് പറയുന്നത്, ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് എത്ര വരും, സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1.5 സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, നമുക്ക് കിട്ടുന്നത് 2.5 മീറ്റേഴ്സ് ആണ്. അതായത് ബി ഡി 2.5 മീറ്റേഴ്സ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പം കോസ് തീറ്റ എന്ത് വരും, കോസ് തീറ്റ എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ 2.5 എന്ന് വരും, അതായത് 0.8 എന്ന് വരും അല്ലേ. ഇനി സൈൻ തീറ്റ എന്താ വരിക, സൈൻ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് 1.5 ഡിവൈഡഡ് ബൈ 2.5 എന്ന് വരും, അത് എത്ര വരും, 0.6 എന്ന് വരും. ഓക്കെ, നമുക്ക് ഒന്നുകിൽ തീറ്റ കണ്ടുപിടിച്ച് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടുപിടിക്കാതെ കോസ് തീറ്റയുടെയും സൈൻ തീറ്റയുടെയും വാല്യൂസ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പം നമുക്കിപ്പോൾ ഈ പ്രോബ്ലത്തിൽ കോസ് തീറ്റയുടെ സൈൻ തീറ്റയുടെ വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ജോയിന്റ് എ നോക്കിയേ, ജോയിന്റ് എ. ഓക്കെ അല്ലേ? അപ്പം ജോയിന്റ് എ നോക്കുമ്പം ജോയിന്റ് എയിൽ നമുക്ക് ഏതൊക്കെ റിയാക്ഷൻസ് ഉള്ളത്, ഒരു ആർ എന്നൊരു റിയാക്ഷൻ അപ്വേർഡ്സ് ഉണ്ട്, ഒരു എച്ച് എന്നുള്ള റിയാക്ഷൻ ഇങ്ങോട്ടുണ്ട്, പിന്നെ ഇവിടെ ഇവിടെ മെമ്പർ ഏതാണ്, എ സി അല്ലേ. അപ്പോൾ എഫ് എ സി ഞാൻ എടുക്കുകയാണ്, ടെൻസൈലായിട്ട് എടുക്കുകയാണ്. ഓക്കെ, എവേ ഫ്രം ദ ജോയിന്റ്. ഇനി എ ഡി ഉണ്ട് അല്ലേ, എഫ് എ ഡി ഉണ്ട്, എഫ് എ ഡി ഞാൻ കംപ്രസീവ് ആയിട്ട് ഇത് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കണം കേട്ടോ. എഫ് എ ഡി ഉണ്ട്, എഫ് എ ഡി ഞാൻ എന്തായിട്ട് എടുക്കുന്നത്, ടുവേർഡ്സ് ദ ജോയിന്റ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് തീറ്റ. ഓക്കെ, ഇവിടെ ആരെയാണ് ഞാൻ റിസോൾവ് ചെയ്യേണ്ടത്, ബാക്കി എല്ലാവരും ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഒക്കെ എഫ് എ ഡിനെ റിസോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് തീറ്റ ആകുമ്പോൾ ഇത് തീറ്റ ആകും. പിന്നെ നമുക്ക് രണ്ട് കമ്പോണൻസ് ഉണ്ട്, ഇതെന്തായിരിക്കും, എഫ് എ ഡി കോസ് തീറ്റ, വെർട്ടിക്കൽ കമ്പോണന്റ് എഫ് എ ഡി സൈൻ തീറ്റ. ഓക്കെ, അപ്പം ജോയിന്റ് എയുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എഴുതി. ഇനി നമുക്ക് ഈ ഫോഴ്സിനെ വെർട്ടിക്കലി റിസോൾവ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും വരിക, എഫ് എ ഡി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ആർ എ. അതിൽ നിന്നിട്ട് എന്ത് കിട്ടും, എഫ് എ ഡി എത്ര കിട്ടും, ആർ എ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. ആർ എയുടെ വാല്യൂ എത്രയായിരുന്നു, ആർ എയുടെ വാല്യൂ 4.5 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ 0.6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻസർ കിട്ടുന്നത് 7.5 കിലോ ന്യൂട്ടൺ ആണ്. നമുക്ക് കിട്ടിയ ആൻസർ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്ത ഡയറക്ഷൻ ശരിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എഫ് എ ഡി എന്താണ്, കംപ്രസീവ് തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താ, ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യണം. ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്, എഫ് എ സി ഇസ് ഈക്വൽ ടു എച്ച് എ പ്ലസ് എഫ് എ ഡി കോസ് തീറ്റ. ഓക്കെ അല്ലേ? അപ്പോൾ എച്ച് എ പ്ലസ് എഫ് എ ഡി കോസ് തീറ്റ, എച്ച് എയുടെ വാല്യൂ നമുക്കറിയാം 12, എഫ് എ ഡിയുടെ വാല്യൂ നമുക്കറിയാം എത്ര, എഫ് എ ഡിയുടെ വാല്യൂ ഇപ്പം നമുക്ക് കിട്ടി 7.5, കോസ് തീറ്റ എത്രയാണ്, കോസ് തീറ്റ എന്ന് പറയുന്നത് 0.8. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നത് 18 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ അതും പോസിറ്റീവ് ആണ്, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ഡയറക്ഷൻ ശരിയാണ്, അത് ടെൻസൈൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് അടുത്ത ജോയിന്റ് നോക്കാം, ഈ സി എന്നുള്ള ജോയിന്റ് നോക്കാം. ജോയിന്റ് സി,
അപ്പോൾ ജോയിൻറ്റ് സിയിലെ ഫിഗർ എങ്ങനെ വരാം നമുക്ക് അല്ലേ? ഇവിടെ ഒരു 18 കിലോ ന്യൂട്ടൺ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് പോകുന്ന മെമ്പറിലെ ഫോഴ്സ് FAC നമ്മൾ ടെൻസൈലായിട്ടാണ് എടുത്തത്. FAC പിന്നെ FBC ഉണ്ട് അല്ലേ? FBC നമ്മളിപ്പോൾ ടെൻസൈലായിട്ട് എടുക്കാം. പിന്നെ FCD ഉണ്ട് അല്ലേ? FCD ടെൻസൈലായിട്ട് ഞാൻ എടുത്ത് നോക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമല്ലേ? വേറെ റിസോൾവ് ചെയ്യേണ്ട പരിപാടിയൊന്നും വരുന്നില്ല. എന്ത് കിട്ടുന്ന നമുക്കിവിടെ FCD is equal to 18 കിലോ ന്യൂട്ടൺ കിട്ടും അല്ലേ? FCD is equal to 18 കിലോ ന്യൂട്ടൺ നമുക്ക് ഡയറക്റ്റ് കിട്ടും. പിന്നെ എന്താ കിട്ടുക? FAC is equal to FBC എന്ന് കിട്ടും അല്ലേ? അപ്പോൾ FAC എന്തായിരുന്നു? FAC നമ്മൾ കണ്ടുപിടിച്ചു. 18 കിലോ ന്യൂട്ടൺ ആണ്. അത് FBCക്ക് ഈക്വൽ ആണ്. നമുക്ക് കിട്ടിയ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ ശരിയാണ്. അതുകൊണ്ട് FBC എന്ത് തന്നെയാണ്? ടെൻസൈലാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഏത് ജോയിൻ്റ് കൺസിഡർ ചെയ്യാനുള്ളത്? ജോയിൻ്റ് B കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ മെമ്പർ, ഈ മെമ്പറിലെ ഫോഴ്സ് കിട്ടി, ഈ മെമ്പറിലെ ഫോഴ്സ് കിട്ടി, ഇത് കിട്ടി. ഇനി ഒരൊറ്റ മെമ്പറോട് മതി. ഓക്കെ, അപ്പം ജോയിൻ്റ് B നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു RB എന്ന് പറയുന്നൊരു വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഒരു FBC ഉണ്ട് അല്ലേ? FBC ഉണ്ട്. പിന്നെ ഇൻക്ലൈൻഡ് ആയിട്ടൊരു മെമ്പർ ഉണ്ട്. അത് ഞാൻ കംപ്രസീവ് ഫോഴ്സ് അസ്യൂം ചെയ്യാം. അത് FBD. ഓക്കെ ആണോ? ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് വരുമ്പോൾ ഇവിടെ ആരെയാണ് റിസോൾവ് ചെയ്യേണ്ടേ? FBDനെ റിസോൾവ് ചെയ്യാം അല്ലേ? ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യാം. ഇത് തീറ്റ ആണ്. അപ്പോൾ ഇത് തീറ്റ ആയിരിക്കും. ഇത് FBD കോസ് തീറ്റ, ഇത് FBD സൈൻ തീറ്റ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എങ്ങനെ റിസോൾവ് ചെയ്യാം? FBD കോസ് തീറ്റ ഇസ് ഈക്വൽ ടു FBC അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? FBD കിട്ടത്തില്ലേ? FBD എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? FBD എന്ന് പറയുന്നത് FBC ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. FBC നമുക്കറിയാം 18 കിലോ ന്യൂട്ടൺ ആണ്. കോസ് തീറ്റയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. കോസ് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 0.8 ആയിരുന്നു. ഓക്കെ, അപ്പം 8 ഡിവൈഡഡ് ബൈ 0.8 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. FBC 18, cos theta 0.8, 18 divided by 0.8 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 22.5 എന്നാണ് കിട്ടുക. പോസിറ്റീവ് ആണ്. നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ ശരിയാണ്. അതെന്താണ് നേച്ചർ? കംപ്രസീവ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാ മെമ്പറിലെ ഫോഴ്സ് കിട്ടിയല്ലോ. ഇനി നിങ്ങൾ ഇത്രയും നേരം നമ്മൾ ഇതുപോലെ എല്ലാ ഫോഴ്സും കണ്ടുപിടിച്ച് വെക്കുക ചെയ്തല്ലേ? ഇനി നിങ്ങൾക്ക് ഈ ഫോഴ്സുകളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ടാബുലർ ഫോം ആക്കി വെച്ചാൽ നല്ലതായിരിക്കും. എന്താ എക്സാമിന് നമ്മൾ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ മെമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഉണ്ടാക്കണം. അടുത്തത് ഫോഴ്സസ് ഇൻ മെമ്പർ. അടുത്തത് അതിൻ്റെ നേച്ചർ ഓഫ് ഫോഴ്സ്. ഓക്കെ, ഇങ്ങനെ 3 കോളം ഉണ്ടാക്കുക. ഏതൊക്കെ മെമ്പേഴ്സാണ് നമുക്കിവിടെ ഉള്ളത്? AC ഉണ്ട്, AD ഉണ്ട്, CD ഉണ്ട്, CB ഉണ്ട്, BD ഉണ്ട്. ഓക്കെ, ഓരോന്നിലും വരുന്ന ഫോഴ്സ് എത്രയായിരുന്നു? ACയിൽ വരുന്ന ഫോഴ്സ് 18 കിലോ ന്യൂട്ടൺ ആണ്. ADയിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 7.5 കിലോ ന്യൂട്ടൺ ആയിരുന്നു. CDയിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 18 കിലോ ന്യൂട്ടൺ ആണ്. പിന്നെ CBയിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 18 കിലോ ന്യൂട്ടൺ ആണ്. BDയിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2.5 കിലോ ന്യൂട്ടൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എല്ലാം നമ്മൾ എഴുതി. ഓക്കെ, ഇനി എന്താ നമുക്ക് എഴുതേണ്ടത്? ഇവരുടെ നേച്ചർ ഓഫ് ഫോഴ്സ് എഴുതണം അല്ലേ? 18 കിലോ ന്യൂട്ടൺ ഫോഴ്സിൻ്റെ നേച്ചർ എന്തായിരുന്നു? ടെൻസൈലായിരുന്നു അല്ലേ? 7.5 കിലോ ന്യൂട്ടൺ. ADയിൽ വരുന്നത് കംപ്രസീവ് ആണ്. 18 കിലോ ന്യൂട്ടൺ ഫോഴ്സിൻ്റെ നേച്ചർ ടെൻസൈലാണ്. അടുത്ത 18 കിലോ ന്യൂട്ടൺ CBയിൽ വരുന്നത് ടെൻസൈലാണ്. 2.5 കിലോ ന്യൂട്ടൺ BDയിൽ വരുന്നത് കംപ്രസീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമ്മളൊരു ടേബിളായിട്ട് എഴുതി, അതിൻ്റെ നേച്ചർ ഓഫ് ഫോഴ്സ് ഇതെല്ലാം ഒരു ടേബിളായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ ആണോ? ടാബുലർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതിയ നിങ്ങളുടെ വാല്യൂസ് എല്ലാം അതിൻ്റെ മീൻസ് എല്ലാം ആ ഒരു കാൽക്കുലേഷൻ്റെ കൂടെ അല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അതിനെ ടാബുലർ ഫോമിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ക്ലിയർ?